when I die, I will not be known not only as an actor, I will be known as an actor, director, producer. എന്തൊരു സ്പീഡ്! ഈ വേഷത്തിൽ എങ്ങനെ മനുഷ്യരുടെ വെട്ടത്തിൽ എന്ന് കയറുന്നേ? ഓ, ഇതിപ്പോ കഴിയാതെ പോകത്തില്ലേ? കൊടിയേറ്റം എന്ന ചലച്ചിത്രം തീർച്ചയായും പ്രേക്ഷകർ കാണാൻ തുടങ്ങിയത് അതിനകത്തൊരു മരം ചുറ്റി പ്രണയമോ ഒരു പെണ്ണും ആണും കൂടി വട്ടം ചുറ്റി ഓടുന്ന പാട്ടും നൃത്തമോ ഒന്നും ആയിരുന്നില്ല. അതൊന്നുമല്ല ആളുകൾ കണ്ടത്. ആ ചിത്രത്തിൽ വളരെ മനുഷ്യസഹജമായ ഒരു ജീവിതത്തിൻ്റെ, ഒരു പാവം മനുഷ്യൻ്റെ, മറ്റുള്ളവർക്ക് കണ്ടാൽ ഇയാൾ ഒരു മന്ദബുദ്ധിയാണെന്ന് പോലും തോന്നത്തക്ക വിധത്തിൽ യാതൊരു തീരുമാനം എടുക്കാൻ ശേഷിയില്ലാത്ത, വായി നോക്കിയെന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ശങ്കരൻകുട്ടിയുടെ കഥാപാത്രം. ശങ്കരൻകുട്ടി എന്ന് പറയുന്ന വ്യക്തി. ഇയാളുടെ ജീവിതം കാണിച്ചാൽ ആളുകൾക്ക് അങ്ങനെ രസിക്കും. അതും അതുവരെ സിനിമയിൽ കണ്ടിട്ടില്ലാത്ത, ഒരു നായക രൂപവും ഇല്ലാത്ത, പ്രേംനസീറും മറ്റുമൊക്കെ ഏറ്റവും വലിയ പ്രമുഖമായി നിൽക്കുന്നൊരു സമയമാണത്. അദ്ദേഹത്തിൻ്റെതായ സൗന്ദര്യം മാത്രമാണ് ലോകത്തെ ഏറ്റവും വലിയ പുരുഷ സൗന്ദര്യം എന്ന് ധരിച്ചിട്ടുള്ള, വിശ്വസിക്കുന്ന ഒരു വലിയ ജനസമൂഹം ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് അതല്ലാതെ വേറൊരു നായകനെ സങ്കല്പിക്കുവാൻ പറ്റാതിരുന്നൊരു കാലത്ത് ഒരല്പം കഷണ്ടിയും മെലിഞ്ഞുണങ്ങി ഭംഗിയില്ലാത്തൊരു മുഖവും ഒരു പ്രകൃതമൊക്കെ ആയിട്ടുള്ള ഒരു പാവം മനുഷ്യൻ്റെ പ്രധാന വേഷത്തിനെ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും യാതൊരു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ആ ചിത്രമായിരുന്നു പ്രധാനം. കാരണം ഫിലിം സൊസൈറ്റി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വളരുന്ന ഒരു വ്യക്തിയും ആ കഥയിലെ അല്ലെങ്കിൽ സിനിമയിലെ കഥാപാത്രങ്ങളെയോ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന നടന്മാരെയോ നടിമാരെയോ അല്ല ശ്രദ്ധിക്കാറുള്ളത്. കഥ എങ്ങനെ സിനിമയുടെ രൂപത്തിലാക്കി, ആ സിനിമാ രൂപത്തിൻ്റെ സെല്ലുലായിഡ് രൂപം എന്തുമാത്രം കലാത്മകമാണ്, ഇതൊക്കെയാണ് അന്ന് ശ്രദ്ധിക്കാൻ ഞങ്ങളെല്ലാം പഠിച്ചത്. അതാണ് സിനിമയുടെ യഥാർത്ഥ ആസ്വാദന രീതി എന്നും പഠിച്ചിരുന്നു. മൗനങ്ങളെ ചാഞ്ചാടുവാ മോഹങ്ങളാം തൂമഞ്ചൽ തരൂ, ദൂരങ്ങളെ തീരങ്ങളിൽ ഓർമ്മകളാ